പലരും ചോദിക്കാറുണ്ട്, നന്മ ചെയ്യാനാണ്ട് തോന്നുന്നില്ല, അതിനെന്തെങ്കിലും ഔഷധമുണ്ടോ? നന്മ ചെയ്യാൻ തോന്നുന്നില്ല, ഖുർആൻ എടുക്കുമ്പോഴേക്ക് ഉറക്കു വരികയാണ്, കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ തോന്നുന്നില്ല, സദഖ ചെയ്യാൻ തോന്നുന്നില്ല, തറാവീഹ് പൂർത്തീകരിക്കാൻ തോന്നുന്നില്ല, ഇങ്ങനെ നന്മയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അതിലുള്ള മനസ്സ് വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. അവർക്കുള്ള ഒരു വലിയ ഔഷധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ഔഷധം? അതെല്ലാവരും പതിവാക്കണം. പതിവാക്കുന്നവരുണ്ടാകും, പതിവാക്കാത്തവരാണെങ്കിൽ നാളെ മുതൽക്കത് പതിവാക്കണം. ഇന്നതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. നാളെ മുതൽക്ക് ആ ഒരു സിദ്ധ ഔഷധം പതിവാക്കണം. എന്താണത്? മനപ്രയാസമുള്ളവർക്ക് പരിഹാരമുണ്ട്, താല്പര്യമില്ലാത്തവർക്ക് അഭിനിവേശമുണ്ടാകും, ഖൈർ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, യാ അബൂദർ ഇൻ സല്ലൈത ളുഹാ റകഅതൈനി ലം തുക്തബ് മിനൽ ഗാഫിലീൻ. അബൂദർറെ, എല്ലാ ദിവസവും 2 റകഅത്ത് ളുഹാ നീ നിസ്കരിക്കുകയാണെങ്കിൽ അശ്രദ്ധ ബാധിക്കുകയില്ല, ആലസ്യം പിടികൂടുകയില്ല, മടി ബാധിക്കുകയില്ല, നല്ല ഉന്മേഷമുണ്ടാകും, നല്ല നശാത്തുണ്ടാകും. 2 റകഅത്ത് ളുഹാ നിസ്കരിച്ചാൽ മാത്രം മതി. ആ ഹദീസ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. 4 റകഅത്ത് നിസ്കരിച്ചാൽ നന്മ ചെയ്യുന്നവനായി മാറും. 6 റകഅത്ത് നിസ്കരിച്ചാൽ കുതിബ്ത മിനൽ ഖാനിതീൻ, അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി മാറും. 8 കുതിബ്ത മിനൽ ഫായിസീൻ, വിജയിയായി മാറും. 8 റകഅത്ത് നിസ്കരിച്ചാൽ 10 ലം യുക്തബ അലൈക ദാകൽ യൗമ ദംബുൻ, 10 റകഅത്ത് ദുഹാ നിസ്കരിച്ചാലോ അന്നേ ദിവസം വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. 12 ശാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണ പ്രകാരം 12 റകഅത്ത് വരെ ദുഹാ പറ്റും. 12 റകഅത്ത് ദുഹാ നിസ്കരിച്ചാൽ ബനല്ലാഹു ലക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് നിസ്കരിക്കുന്നതിന് പാരലലായി സമാന്തരമായി അല്ലാഹു തആല കൊട്ടാരം പണിയുന്നതാണ്, മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അതിലേറ്റവും ചുരുങ്ങിയതാണ് 2 റകഅത്ത് ളുഹാ. ആ 2 റകഅത്ത് ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചെറിയൊരു ദുആ ഉണ്ട്. ആ ദുആ നിർവഹിച്ചാൽ കടങ്ങളെല്ലാം വീടും. അനുഭവസ്ഥര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗങ്ങൾക്ക് ശമനമുണ്ടാകും, മനപ്രയാസങ്ങൾക്ക് അല്ലാഹു തആല പരിഹാരം തരും. ഏതാണ് ആ ദുആ? പഠിക്കേണ്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ സുന്നി മൻസിൽ പോലെയുള്ള ആപ്പുകളിൽ അത് കിട്ടുകയും ചെയ്യും. മഹാന്മാർ ഓർമ്മിപ്പിച്ച ഒരു ദുആ ആണത്. എന്താണത്? അല്ലാഹുമ്മ ഇന്നല്ലാഹാ ലഹാഉക വൽ ബഹാഅ ബഹാഉക വൽ ജമാല ജമാലുക വൽ ഖുദ്റത ഖുദ്റതുക വൽ ഖുവത ഖുവതുക വൽ ഇസ്മത ഇസ്മതുക. അല്ലാഹുമ്മ ഇൻ കാന റിസ്ഖി ഫിസ് സമാഇ ഫഅൻസിൽഹു വ ഇൻ കാന ഫിൽ അർളി ഫഅഖ്രിജുഹു وإن كان عسيرا فيسره وإن كان حراما فتقره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقدرتك وقوتك. اللهم آتني ما آتيت عبادك الصالحين. ഈ ചെറിയൊരു ദുആ നിർവഹിച്ചാൽ കടങ്ങൾ വീടും, മനപ്രയാസം നീങ്ങും, നല്ല സന്തോഷവും റാഹത്തും ഉണ്ടാകും. അതുകൊണ്ട് ഇതുവരെ 2 റകഅത്ത് ദുഹാ നിസ്കരിച്ചവരാണെങ്കിൽ എണ്ണം കൂട്ടാവുന്നതാണ്. ഇതുവരെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാളെ മുതൽക്ക് പതിവാക്കാവുന്നതാണ്. വേറൊരു ഹദീസിൽ കാണാം, കപടന്റെയും സത്യവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഘടകമാണ് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി വിശ്വാസത്തിന്റെ കാപട്യാവസ്ഥയും വിശ്വാസത്തിന്റെ നിഷ്കളങ്കാവസ്ഥയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പതിവാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അത് നല്ല താല്പര്യത്തിന്റെ സിദ്ധ ഔഷധമാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ.